കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം 11 സ്കന്ധം അധ്യായം 28. നമ്മൾ ശ്ലോകം 5 ചെയ്തു. വളരെ ഗഹനമായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ പറയണത്. അതായത് ഈ ജഗത്ത് മിഥ്യാണ്, ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം നമ്മളെന്താ പറഞ്ഞ് നിർത്തിയത് വെച്ചാൽ ഈ നിഴലും റിഫ്ലക്ഷനും എക്കോ ഒക്കെ ശരിക്കുള്ളതല്ലെങ്കിലും നമ്മളെ ഭയപ്പെടുത്താൻ പോന്നതാണ് അല്ലേ. അതേപോലെ തന്നെ കയറിൽ പാമ്പാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിക്ക് പാമ്പല്ലെങ്കിലും, പാമ്പാന്നുള്ള വിചാരം മിഥ്യയാണെങ്കിലും നമുക്ക് ഭയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു റിഫ്ലക്ഷൻ കണ്ടാൽ ശരിക്കുള്ളതാ തോന്നും. നമ്മുടെ കണ്ണാടിയിൽ നമ്മുടെ റിഫ്ലക്ഷൻ കണ്ടാൽ ശരിക്കുള്ളതാ തോന്നും, പക്ഷെ ശരിയല്ലല്ലോ. അതേപോലെ തന്നെ നിഴൽ കണ്ടാൽ നമ്മൾ പേടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ചിലപ്പോൾ എന്തിൻ്റെങ്കിലും നിഴൽ കണ്ടിട്ട് വേറെ എന്തെങ്കിലാന്നൊക്കെ വിചാരിച്ചിട്ട് നിലാവത്തൊക്കെ. അപ്പം അങ്ങനെ ഇല്ലാത്തതിന് നമുക്ക് ക്ലേശം ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കയറിൽ പാമ്പാണെന്ന് വിചാരിച്ചാൽ നമുക്ക് വിചാരിക്കുന്നിടത്തോളം സമയം നമുക്ക് ഭയമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ദേഹവും ഈ ജഗത്തും ശരിക്കുള്ളതല്ല. പക്ഷേ ദേഹാഭിമാനം ഉള്ളിടത്തോളം കാലം നമുക്ക് അത് ശരിയാണെന്ന് തോന്നും. അജ്ഞാനം ഉള്ളിടത്തോളം കാലം. എന്താ അജ്ഞാനം? ഞാൻ ദേഹമാണെന്നുള്ള വിചാരം. ഞാൻ ഇന്നലെ ഇതിനെപ്പറ്റി ഒന്നും കൂടി ശരിക്കും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാൻ സിദ്ധിനാഥാനന്ദ സ്വാമിയുടെ സാധനയും സിദ്ധി എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതിൽ വായിച്ചപ്പോൾ അദ്ദേഹം കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞു എന്ന് എനിക്ക് സംശയം തോന്നി. അത് ഞാൻ മനസ്സിലായത് ഞാൻ പറയാം. എന്താ വെച്ചാൽ ജീവൻ ചാൽ ശരിക്ക് പറഞ്ഞു വെച്ചാൽ ജീവൻ്റെ നിത്യവും സത്യവുമായിട്ടുള്ള ആ ഭാവം എന്താ? ആത്മാവാണ്. പക്ഷെ എപ്പോഴാണ് ഈ ജീവൻ ഉണ്ടാവണത്? ശരിക്കും ജീവാത്മാവ് അങ്ങനെ ഒന്നുമില്ല. ശരിക്കും നമ്മൾ വെറും പരമാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് തന്നെയാണ്. ശരിക്കും നമ്മുടെ നിത്യവും സത്യമായിട്ടുള്ള ഭാവം ആത്മാവാണെന്നാണ് ശരിക്കും ജീവൻ്റെ. പക്ഷെ എപ്പോഴാണ് ഈ ജീവൻ ഉണ്ടാവണം വെച്ചാൽ ഈ ആത്മാവിന് ദേഹമായിട്ടുള്ള ബന്ധം വരുമ്പോഴാണ്. അതാണ് ശരിക്കും ജനനം എന്ന് പറയണത്. ഒരു ദേഹമായിട്ട് അങ്ങോട്ട് ബന്ധിക്കപ്പെടുകയാണ് ഈ ആത്മാവ്. അപ്പോഴാണ് നമ്മൾ ഈ ജനനം എന്ന് പറയണത്. ഏതെങ്കിലും ഒരു ദേഹമായിട്ട്, ഒരു മനുഷ്യനായിട്ടോ മൃഗമായിട്ടോ, അപ്പോഴാണ് നമ്മൾ. അപ്പോൾ ദേഹാഭിമാനം. അപ്പം ഞാൻ ആ ദേഹമെന്ന് വിചാരിക്കുക. ആത്മാവ് എന്നുള്ള ആ സ്മരണ വിട്ടിട്ട് ആത്മവിസ്മൃതി ഉണ്ടായിട്ട് ഈ ദേഹമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ശരിക്ക് പറയാച്ചാൽ ശരിക്കുള്ള ചൈതന്യമാണ് ശരിക്കും ജീവനെ. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ വരികയാണ് ദേഹത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ, ഒരു ഉപാധി. അപ്പോൾ അവിദ്യയിൽ അജ്ഞാനത്തിൽ വന്ന ഒരു ഉപാധിയാണ് ഈ ദേഹേ. അജ്ഞാനത്തിൽ വന്ന ഒരു ലിമിറ്റേഷനാണ് നമ്മുടെ ബോധം. അപ്പോൾ ശരിക്ക് ഈ ദേഹം. അപ്പോൾ ശരിക്ക് പറയാച്ചാൽ ജീവൻ എന്ന് പറഞ്ഞാൽ ഈ റിഫ്ലക്ഷൻ പോലെ ഉള്ളൂ ശരിക്ക്. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ അജ്ഞാനം മാറണമെന്ന് വെച്ചാൽ നമ്മൾ ആത്മാവായി. അതായത് ജീവൻ ജീവൻ്റെ യഥാർത്ഥ രൂപം ശരിക്ക് ചൈതന്യം ആയതുകൊണ്ട് ഈ ഉപാധികളും ലിമിറ്റേഷൻസും ഈ അജ്ഞാനവും മാറിയാൽ അപ്പോൾ ആത്മാവായിട്ട് ജീവന് തോന്നും, അനുഭവപ്പെടും. ദേഹാന്ന് അനുഭവിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടേ. അപ്പോൾ എന്താ നമുക്ക് എങ്ങനെയാണ് ഈ അജ്ഞാനം ഉണ്ടാവണ ചോദിച്ചു വെച്ചാൽ അത് മായയാണ്, അത് അനിർവചനീയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ജ്ഞാനം ഉദിച്ചാൽ ഈ അവിദ്യ മറയും, അല്ലെങ്കിൽ മായ മറയും. അപ്പോൾ അവിദ്യയിൽ റിഫ്ലക്റ്റ് ചെയ്ത അവിദ്യയിൽ പ്രതിഫലിച്ച ചൈതന്യമാണ് ശരിക്കും ജീവൻ. അവിദ്യയിൽ പ്രതിഫലിച്ച ആ പരമാത്മ ചൈതന്യമാണ് ജീവനെ. അപ്പോൾ ഈ അജ്ഞാനിയായിട്ടുള്ള ജീവൻ നമ്മളെ അറിയാതെ ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുകയാണേ. അതുപോലെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ അവിദ്യയിൽ പ്രതിബിംബിച്ച ചൈതന്യം ആണ് ജീവൻ. ജീവൻ ശരീരം എടുക്കണതാണ് ജനനം. അപ്പം എന്ത് മാതിരിയുള്ള ശരീരം എടുക്കേണ്ടെന്നൊക്കെ തീർച്ചയാക്കണത് നമ്മുടെ കർമ്മത്തിൻ്റെ ആ
എത്ര ആ കർമ്മഫലം ആണ്. അപ്പോൾ പൂർവ്വജന്മം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാതെ പറ്റില്ല. അപ്പോൾ അതാണപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ശരിക്കും പറഞ്ഞത്. കാരണം ജീവൻ എന്താ? ജീവൻ വെറും റിഫ്ലക്ഷനാണെന്ന്. അവിദ്യയിൽ ഈ ചൈതന്യത്തിൻ്റെ റിഫ്ലക്ഷനാണ്. ദേഹാഭിമാനം ഉണ്ടാവുകയാണ്. അതാണ് ജനിക്കുക എന്ന് തന്നെ പറയണം. അതൊന്ന് പറഞ്ഞു അല്ലേ. ഇനി 6 വായിക്കാട്ടോ. ആത്മൈവ തദിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭു ത്രായതേ ത്രാതി വിശ്വാത്മാ ഹ്രിയതേ ഹരതീശ്വര. വളരെ ഗഹനായിട്ടുള്ളൊരു വിഷയ ഭഗവാൻ പറയണത്. 6 നോക്കാട്ടോ. പ്രഭു യത് സൃജതി, അതായത് പ്രഭു പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് എങ്ങനെ സൃഷ്ടിക്കുന്നുവോ, വിശ്വാത്മാ ത്രാതി, എങ്ങനെയാണ് ഭഗവാൻ വിഷ്ണു ഭഗവാൻ എല്ലാവരെയും സംരക്ഷിക്കുന്നത്. സ്ഥിതി ഭഗവാന്റെ ആണല്ലോ. സൃഷ്ടി ബ്രഹ്മാവും സ്ഥിതി വിഷ്ണു ഭഗവാനും. ഈശ്വര ഹരതി, ശിവൻ എങ്ങനെ സംഹാരം ചെയ്യുന്നുവോ, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ എങ്ങനെ നടക്കുന്നുവോ, സൃജ്യതേ എങ്ങനെ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നുവോ, ത്രായതേ രക്ഷിക്കപ്പെടുന്നുവോ, ഹ്രിയതേ നശിപ്പിക്കപ്പെടുന്നുവോ, തദ് ഇതം വിശ്വം അതെല്ലാം ആത്മാ ഏവ ഞാൻ തന്നെയാണ്. എന്താണ് ഭഗവാൻ ഇതിൽ പറയണത്? ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന എല്ലാം ഞാനാണെന്നാണ് പറയണത്. പിന്നെ സൃഷ്ടിക്കുന്നതും പിന്നെയോ സൃഷ്ടിക്കപ്പെടുന്നതും, അതായത് സൃഷ്ടിക്കപ്പെട്ട ലോകവും ഒക്കെ ഞാൻ തന്നെയാണ്. രക്ഷിക്കുന്നതും രക്ഷിക്കപ്പെടുന്നതും, അതിപ്പോൾ സൃഷ്ടിക്കുന്നതും പിന്നെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവും സൃഷ്ടിക്കപ്പെടുന്ന ലോകവും ഞാനാണ് പറഞ്ഞു. രക്ഷിക്കുന്ന മഹാവിഷ്ണുവും രക്ഷിക്കപ്പെടുന്ന ലോകവും ഞാനാണെന്ന് പറഞ്ഞു അല്ലേ. സംഹരിക്കുന്ന ശിവനും സംഹരിക്കപ്പെടുന്ന ജഗത്തും ഞാനാണ്. അപ്പം എല്ലാം ഈ അഖണ്ഡ ബോധ രൂപത്തിലത്തെ ഒരു ഇന്ദ്രജാലം പോലെയാണെന്നാണ് പറയുന്നത്. ഇവിടെ ആത്മാവല്ലാതെ ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല. ഇതൊക്കെ അതിൽ നടക്കുന്ന ഒരു മാജിക്ക് പോലെയുള്ളൂ. ഉണ്ടാവുക മറിയുക. അതുകൊണ്ട് ഇവിടെ ആത്മാവല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഞാൻ മാത്രമേ ഉള്ളൂ. സ്രഷ്ടാവും സൃഷ്ടിച്ചപ്പെട്ട ലോകവും പിന്നെ അത് സ്ഥിതി അതിനെ പിന്നെ രക്ഷിക്കുന്ന ആളും രക്ഷിക്കപ്പെടുന്ന ലോകവും സംഹരിക്കുന്ന ആളും സംഹരിക്കപ്പെടുന്ന ലോകവും ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങളും എല്ലാം ഞാൻ മാത്രമാണെന്ന്. അതായത് ഞാനല്ലാതെ ബ്രഹ്മമല്ലാതെ ഇവിടെ ഒന്നുമില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും മായയിലത്തെ ഇന്ദ്രജാലമാണ്. അതാണ് പറഞ്ഞത് 6. എല്ലാം ഭഗവാൻ എല്ലാം തന്നെ ഈ ഒരു ശക്തിയാണെന്നാണ് പറഞ്ഞത്. ആത്മൈവ തദിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭു ത്രായതേ ത്രാതി വിശ്വാത്മാ ഹ്രിയതേ ഹരതീശ്വര. തസ്മാത് 3 വരിയാണ് കേട്ടോ ഇതിൽ 7. തസ്മാന്നഹ്യാത്മനോന്യസ്മാത് അന്യഭാവോ നിരൂപിതേയം ത്രിവിധ നിർമൂല ഭാതിരാത്മനി ഇതം ഗുണമയം വിദ്ധി ത്രിവിധം മായയാകൃതം. വളരെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ നമുക്ക് ഉൾക്കൊണ്ട് അനുഭവമാവണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ തന്നെ വേണം. അതുകൊണ്ട് തസ്മാത് ആത്മാവ് ഇങ്ങനെ ആയതുകൊണ്ട്, സർവസ്വരൂപനായതുകൊണ്ട്, ഇതുപോലെ ആയതുകൊണ്ട് അന്യസ്മാത് സൃഷ്ടിക്കപ്പെടുന്ന വസ്തുവിനേക്കാൾ ആത്മനഃ അന്യമായ ആത്മാവിനേക്കാൾ അന്യഭാവ വേറെ ഒരു വസ്തു തനിരൂപിത ഇല്ലെന്ന് ഇവിടെയെന്ന്. 2 ആത്മനി ആത്മാവിങ്കൽ നിരൂപിത, അതായത് അജ്ഞാനത്താൽ പിന്നെ സങ്കല്പിക്കപ്പെട്ട ത്രിവിധൗ ആധ്യാത്മികം ആദിഭൗതികം എന്ന് 3 വിധമായ ഇയംഭാതി ഈ പ്രതിഭാസം തോന്നുക നിർമൂല, അതിനൊരു ആധാരമില്ല, അതായത് ഒരു ബേസില്ല. നിർമൂല ബേസില്ലാത്ത ത്രിവിധം 3 വിധമായതും ഗുണമായതുമായ ഇതം ഈ പ്രപഞ്ചം അല്ലേ. സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ കണ്ടൂലോ എല്ലാം ഉണ്ടായത്. മായയാൽ ചെയ്യപ്പെട്ടതാകുന്നു എന്ന് വിധി അറിഞ്ഞാലും. അതുകൊണ്ട് ഉദ്ധവ ഇതൊക്കെ മായയുടെ സൂത്രമാണ്. സത്വം രജസ് തമസ് എന്നിങ്ങനെ 3 ആയിട്ട് നമ്മൾ
അതിന്ന് വന്ന് ആണ് ഈ ലോകം മുഴുവൻ. നമ്മുടെ ആത്മാവിൽ തോന്നുന്ന വെറും ഭ്രമങ്ങളാണ് ഈ ജഗത്ത്. ഈ ഗുണമയമായ, അതായത് സത്വരജസ് തമോ ഗുണമായ ഈ പ്രപഞ്ചം വെറും മായാകൽപ്പിതം മാത്രമാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു ഭഗവാൻ. നമുക്ക് അജ്ഞാനം കൊണ്ടത് ശരിയാണെന്ന് തോന്നുകയാണ്, അതൊട്ടും ശരിയല്ല എന്ന് തന്നെയാണ് പറയുന്നത്. നോക്കട്ടെ, ഇതല്ലേ 20 അതല്ലേ നമ്മൾ പറഞ്ഞത്? അതെ, അതന്നെ. അപ്പോൾ ഇല്ലാത്തതാണ് ഈ ജീവഭാവേ. അപ്പം നമ്മൾ ജീവനെ അന്വേഷിച്ച് പുറപ്പെട്ടാലും ഇല്ലാത്ത ഒന്നിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അജ്ഞാനദശയിൽ മാത്രമേ ഉള്ളൂ. എല്ലാം ഈ മനസ്സും പ്രാണനും ശരീരമായിട്ട് നിൽക്കണതൊക്കെ ഈ ആത്മാവ് തന്നെയാണ്. അതായത് സൃഷ്ടിയും നിലനിൽപ്പും സംഹാരവും കർമ്മങ്ങളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അജ്ഞാനം കൊണ്ടാണ്. അത് ജ്ഞാനം കൊണ്ട് നശിക്കുകയും ചെയ്യും. അതായത് പരമാർത്ഥമായിട്ടുള്ള ആത്മഭാവം പ്രകാശിക്കുമ്പോൾ നമുക്കിതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യമാവുക, സ്വപ്നം പോലെ തോന്നും. അതാണ് ഇതിൽ നമുക്ക് പിന്നെയും പിന്നെയും പലതരത്തിൽ പറയാണ് ഭഗവാൻ. എല്ലാം ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരികയാണ് എല്ലപ്പോഴും. അതന്നെയാണ് ഈ ഒരു ഹോൾ ചാപ്റ്ററിൽ പറയണത് കേട്ടോ. ഇനി നമുക്ക് 7 വായിച്ച 8ലേക്ക് പോവാം. അപ്പോൾ അതായത് ഇത് ത്രിഗുണമയമായ ഈ പ്രപഞ്ചം സത്യമല്ല, ആത്മാവിൽ നമുക്ക് തോന്നുന്നതാണ്, കയറിൽ പാമ്പ് തോന്നുന്ന പോലെ. തസ്മാന്നന്യാസ്മാന്യസ്മാദന്യഭാവോ നിരൂപിതേയം ത്രിവിധ നിർമൂലാഭാതിരാത്മനി. അതിനൊരു നമുക്ക് ശരിക്കൊരു ബേസില്ലാന്ന്. ഇതം ഗുണമയം വിദ്ധി ത്രിവിധം മായയാകൃതം. മായയാൽ തോന്നപ്പെടുന്നതാണ് ഇത്. ഈ 3 തരത്തിലുള്ള ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായിട്ടുള്ളതും ഒക്കെ ഈ 3 രജസ്തമോ ഗുണമയമായ പ്രപഞ്ചം തന്നെ മായ കൊണ്ട് തോന്നുന്നതാണ്. ഏതദ് വിദ്വാൻ മധുദിതം ജ്ഞാനവിജ്ഞാന നൈപുണം ന നിന്ദതി ന ച സ്തൗതി ലോകേ ചരതി സൂര്യവത്. അപ്പം ഇതിലെന്താ നമുക്ക് പറയണം നോക്കാം. 8ാമത്തെ ശ്ലോകം നമുക്ക് അർത്ഥം നോക്കാം കേട്ടോ. 8 മധുദിതം അല്ലേ? 8ാമത്തെ, അതെ, മധുദിതം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഉദ്ധവ, ഏതത് ജ്ഞാനവിജ്ഞാന നൈപുണ്യം, ഈ ജ്ഞാനവിജ്ഞാനങ്ങളുടെ ആ നിപുണതയെ, ജ്ഞാനം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവല്, വിജ്ഞാനം പറഞ്ഞാൽ ആ മനസ്സിലായത് അനുഭവമാവണത് കേട്ടോ. അപ്പോൾ ആ നൈപുണ്യം ഉണ്ടല്ലോ, അത് വിദ്വാൻ, അറിഞ്ഞവൻ, മീൻസ് ഇത് അറിഞ്ഞ ആൾ, ന നിന്ദതി, ഏതിനെയും നിന്ദിക്കുന്നില്ല, ന നിന്ദതി ഒന്നിനും, ന സ്തൗതി സ്തുതിക്കുകയുമില്ല, സൂര്യനെ പോലെ സമനായി ലോകചരതി, ലോകത്തിൽ സഞ്ചരിക്കും. എന്താ ഇപ്പം ഇതിൽ പറഞ്ഞു വെച്ചാൽ, ഇങ്ങനെ ആത്മജ്ഞാനം ഉള്ള ഒരാൾ, അതായത് ആത്മാവ് എന്താണ്, അനാത്മാവ് എന്താണ്, ആത്മാവിവേകം എന്നർത്ഥം. ആത്മാവ് മാത്രമേ ഉള്ളൂ, മറ്റതൊക്കെ അനാത്മാവാണ്, നിത്യമല്ല, സത്യമല്ല എന്നറിഞ്ഞ ആൾ, അതാണ് പറഞ്ഞത് ഒരു വിദ്വാൻ. വിദ്വാൻ വെച്ചാൽ എന്താ, ഇപ്പം ഞാൻ ഉപദേശിച്ച ഈ ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ അറിയണ ഒരു വിവേകമുള്ള ആൾ ഒന്നിനെയും സ്തുതിക്കേ ഒന്നിനെയും നിന്ദിക്കേ ചെയ്യുകയില്ല. ആരെപ്പോലെ? സൂര്യനെ പോലെ. സൂര്യൻ വെറും സാക്ഷിയല്ലേ. ചീത്ത കർമ്മങ്ങൾ ആൾക്കാർ ചെയ്യണു, സൂര്യനത് തടയുന്നുണ്ടോ? നല്ല കർമ്മങ്ങൾ ചെയ്യണു ആൾക്കാർ സൂര്യവെളിച്ചത്തിൽ, സൂര്യൻ്റെ സാന്നിധ്യത്തിൽ സൂര്യനെ അഭിനന്ദിക്കുന്നുണ്ടോ? ചീത്ത കർമ്മങ്ങൾ ചെയ്തവരെ നിന്ദിക്കുന്നുണ്ടോ? നല്ല കർമ്മങ്ങൾ ചെയ്തവരെ അഭിനന്ദിക്കുന്നുണ്ടോ? ഇല്ല. സൂര്യൻ വെറും സാക്ഷ്യമായിട്ട് നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സൂര്യനെ പോലെ ഒരു വിവേകി നല്ലതും ചീത്തയും കണ്ടാലും ഇതൊക്കെ ബ്രഹ്മമാണെന്നറിഞ്ഞ്
നല്ലതിനെ സ്തുതിക്കുക, ചീത്തയാണെന്ന് പറഞ്ഞ് നിന്ദിക്കുക. ആ വിവേകിയുടെ കണ്ണിൽ, ജ്ഞാനവും വിജ്ഞാനമൊക്കെ ഉള്ള ഒരു വിവേകിയുടെ കണ്ണിൽ നല്ലതും ചീത്തയൊന്നുമില്ല, എല്ലാം ബ്രഹ്മാണ്. ബ്രഹ്മല്ലാതെ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ നല്ലതും ചീത്തയും പറയില്ലല്ലോ. അതാണ് സൂര്യനെ പോലെ പറഞ്ഞത്. അതായത് ഒരു ബ്രഹ്മജ്ഞാനിക്ക് എല്ലാം ഒരുപോലെയാണ്. ഇവിടെ ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല എന്ന് നല്ലവണ്ണം അനുഭവമായിട്ടുള്ള ആള് ഒന്നിനെയും സ്തുതിക്കുകയും ഒന്നിനെയും നിന്ദിക്കുകയും ചെയ്യില്ല. കാരണം സർവം ബ്രഹ്മമയാണ് അവരുടെ കണ്ണിൽ. അതാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ അർത്ഥം. ഏതദ് വിദ്വാൻ മധുദിതം ജ്ഞാന വിജ്ഞാന നൈപുണം ന നിന്ദതി ന ച സ്തൗതി, സ്തുതിക്കൂല്ല എന്ന്. ലോകേ ചരതി സൂര്യവൽ, സൂര്യനെ പോലെ സാക്ഷിയായി നടക്കണേ ഉള്ളൂ. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റിൽ എത്താം എന്നുള്ളതാണ്. പ്രത്യക്ഷേണ ആനുമാനേന നിഗമേനാത്മസംവിദ ആദ്യന്തവദ സജ്ഞാത്വ നിസ്സംഗോ വിചരേതിഹ. പ്രത്യക്ഷമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാലോ. അതുകൊണ്ടും പ്രത്യക്ഷമായിട്ടുള്ള പ്രമാണങ്ങളെ കൊണ്ടും അനുമാനേന നമ്മൾ കുറേയൊക്കെ അതിന്ന് അനുമാനിക്കുക, അതിന്ന് മനസ്സിലാക്കിയിട്ട് അനുമാനിച്ചുകൊണ്ടും നിഗമേന വേദങ്ങളിലത്തെ വാക്കുകളെ മനസ്സിലാക്കിയിട്ടും ആത്മസംവിധ സ്വന്തം അനുഭവം വെച്ച് നോക്കിയിട്ടും ആദ്യന്തവത് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സംഹാരവും ഉള്ളതാകുന്നു എന്നും അസദ് ഇതി സത്യമല്ലാത്തത് എന്നും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുകയാണ്, ശരിക്കും ഇല്ലാത്തതാണെന്നും ജ്ഞാത്വ അറിഞ്ഞ് നിസ്സംഗനായി ഇഹ വിചരേത് ഈ ലോകത്തിൽ സഞ്ചരിക്കും. ഉദ്ധവ. അപ്പം ഉദ്ധവൻ ചോദിക്കുകയാണ് കേട്ടോ. ഇനിയാണ് ഉദ്ധവൻ ചോദിക്കുന്നത്. ഇതാണോ ഉദ്ധവനോട് പറഞ്ഞതാ ഭഗവാൻ? എന്താ പറഞ്ഞ? ഞാൻ ഈ പറഞ്ഞതൊക്കെ നല്ലോണം അറിയണ ഒരാൾ ഒന്നിനെയും അതായത് ജ്ഞാനവിജ്ഞാനങ്ങളിലൂടെ സത്യം ഉറപ്പ് വരുത്തിയിട്ടുള്ളൊരു വിവേകി ആരെ നിന്ദിക്കില്ല, സ്തുതിക്കില്ല പറഞ്ഞുല്ലോ. സൂര്യനെ പോലെ നടക്കുന്നു പറഞ്ഞില്ലേ. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞ വെച്ചാൽ ഈ വേദങ്ങളിലത്തെയും സ്വന്തം യുക്തിപൂർവം അതിനെ ചിന്തിച്ചിട്ടും അതിൽ നിന്നൊക്കെ നമ്മളെ പല സത്യങ്ങളും അനുമാനിച്ചു കൊണ്ടും സ്വന്തം അനുഭവം കൊണ്ടും ഒക്കെ ആദിയും അന്തവുമുള്ള, അതായത് സൃഷ്ടിയും ആദ്യവും അവസാനവുമുള്ള ഈ ജഗത്ത് ഇല്ലാത്തതാണെന്ന് വേദങ്ങളിൽ നിന്നും വേദവാക്യങ്ങളിൽ നിന്നും അവനവൻ്റെ അനുഭവത്തിൽ നിന്നും നാലുപുറം നോക്കി മനസ്സിലാക്കിയിട്ടും യുക്തി കൊണ്ടും അറിഞ്ഞിട്ട് ഈ ആദിയും അന്തവും ഉള്ള ഈ ജഗത്ത് നിത്യമാണെങ്കിൽ ജനനവും മരണവും ഇല്ലല്ലോ. അപ്പോൾ സൃഷ്ടിയും സംഹാരവും ഉണ്ടാച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നിത്യമല്ലാന്ന്. അപ്പോൾ ആദ്യം അന്തൊക്കെയുള്ള ഈ ജഗത്ത് ഇല്ലാത്തതാണ്, മായയാൽ നമുക്ക് അജ്ഞാനത്താൽ തോന്നുന്നതാണെന്ന് അറിയണം. എന്നിട്ട് നിസ്സംഗനായിട്ട് ജീവിതം നയിക്കണം എന്നാണ് പറയുന്നത്. അതിപ്പോൾ നമ്മളെ എഫർട്ട് അതാണ്. എന്താ അറിയോ, നമ്മൾ നാലുപുറം നോക്കിയിട്ട് നിത്യമല്ലാത്തതാണ് ഇത് മുഴുവനെ. ഞാൻ ദേഹമാണെന്ന് വിചാരിക്കണതിൽ യാതൊരു അർത്ഥമില്ല. ജഡമാണ് ദേഹം. ജഡമായിട്ടുള്ള ദേഹം ജനിക്കുകയും മരിക്കുകയും ചെയ്യണു, നിത്യമല്ല. പക്ഷെ ഞാൻ നിത്യനായിട്ടുള്ള ആത്മാവാണ്. ഈ ജഗത്തും ഈ ദേഹാദികളും ഒക്കെ അനിത്യവും അസത്യവുമാണ് എന്നറിഞ്ഞിട്ട് നിസ്സംഗനായിട്ട് ഒന്നിനോടും സംഘമില്ലാതെ ഒരു വിവേകി സഞ്ചരിക്കണം എന്നാണ് അപ്പം ഇതിൽ ഭഗവാൻ പറഞ്ഞത് കേട്ടോ. അതായത് ആത്മസാക്ഷാത്കാരം വന്നാൽ പിന്നെ ഈ ജഗത്തും ഈ ദേഹാദികളും ഒക്കെ മിഥ്യയാണെന്ന് മനസ്സിലാവും. ഇങ്ങനെ നമ്മളെ വേദപ്രമാണങ്ങൾ കൊണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്ന് അറിഞ്ഞിട്ട് നിസ്സംഗനായിട്ട് ചരിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇനി ഉദ്ധവ ഉവാചയാണ് കേട്ടോ. ഉദ്ധവൻ അപ്പം ചോദിക്കുകയാണ്, ഉദ്ധവന് എങ്ങനെയാണ് ഈ ആരാനുഭവിക്കണം എന്നൊക്കെ ചോദിക്കും ഉദ്ധവൻ കേട്ടോ. അപ്പം നമുക്ക് 9 വായിച്ച് 10 ചെയ്യാം കേട്ടോ. പ്രത്യക്ഷേണ അനുമാനേന നിഗമേന ആത്മസംവിധ ആദ്യന്തവദസജ്ഞാത്വ. ആദ്യം അന്തമുള്ളതൊന്നും നിത്യമല്ല. നിസ്സംഗോ വിചരേതിഹ. നിസ്സംഗനായി സഞ്ചരിക്കണം. ഉദ്ധവ ഉവാച.
നൈവ ആത്മനോ ന ദേഹസ്യ സംസൃതി ദ്രഷ്ടദൃശ്യയോ സ്വദൃശോരീശ കസ്യ സ്യാദുപലഭ്യതേ. അപ്പോൾ പിന്നെ ഉദ്ധവൻ ചോദിക്കുകയാണ്, ദ്രഷ്ട ദൃശ്യയോഹോ, ദ്രഷ്ടാവായും ദൃശ്യമായും ഇരിക്കുന്ന, കാണുന്ന ആളും കാഴ്ചയും. ദ്രഷ്ടാവ് പറഞ്ഞാൽ കാണുന്ന ആൾ, ദൃശ്യം വെച്ചാൽ കാഴ്ച. അപ്പോൾ കാണുന്ന ആളും കാഴ്ചയും, അതായത് ദ്രഷ്ടാവായും ദൃശ്യമായും ഇരിക്കുന്ന അനാത്മ സ്വദൃശ്യോഹോ, ആത്മാ അനാത്മാ ഇവയ്ക്കിടയിൽ, അനാത്മാ പറഞ്ഞാൽ ജഡമായത്, സംസൃതി സംസാരം എന്നത് കസ്യ സ്യാദ് ആർക്കാണ് സ്വന്തം? അങ്ങ് പറഞ്ഞില്ലേ ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന്. അപ്പം ആർക്കാണ് ഈ ജീവൻ, ഈ ജഗത്തുണ്ടെന്നും അതിലത്തെ അനുഭവങ്ങളുണ്ടെന്നും തോന്നണത് ആർക്കാ? അങ്ങ് പറഞ്ഞു നമ്മൾ ആത്മാവാണ്, അത് നമ്മളെ ഒന്നും നമുക്ക് ബാധിക്കുന്നില്ല ആത്മാവിനെ എന്ന് പറഞ്ഞില്ലേ അങ്ങ്. ആത്മാവാണ്, നമ്മളെല്ലാവരും ആത്മാവാണ്, നമ്മളെ ഒന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിനെ അനുഭവിക്കുന്നത് ആരാണ് ഈ ജഗത്തിലത്തെ സുഖദുഃഖങ്ങളും പിന്നെ അനുഭവങ്ങളൊക്കെ അനുഭവിക്കണത്? ദേഹസ്യത, ജഡമായതിനാൽ ശരീരത്തിനല്ല. അങ്ങ് പറഞ്ഞു ശരീരം ജഡാന്ന്. അപ്പോൾ ശരീരമല്ല അനുഭവിക്കണത്, ആത്മാവ് ഒന്നും അനുഭവിക്കണില്ല എന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ ആരാ അനുഭവിക്കണേ? ആത്മനഹ ഏവന്ന സ്വയം പ്രകാശ സ്വരൂപനായ ആത്മാവിന് ഇതൊന്നും ബാധിക്കണില്ല എന്നും അങ്ങ് പറഞ്ഞു. ഉപലഭ്യത ഇല്ല എന്ന് പറയുന്നതും ശരിയല്ല. കാരണം അനുഭവിക്കുന്നുണ്ടല്ലോ. ശരീരം ജഡാണ്, സമ്മതിച്ചു. അപ്പോൾ ജഡശരീരത്തിന് ഒന്നും അനുഭവിക്കാൻ പറ്റില്ല, അത് എഗ്രീഡ്. ആത്മാവ് അങ്ങ് പറഞ്ഞു എല്ലാറ്റിനും മീതിയായിട്ട് ആത്മാവ് നിത്യ സത്യ ശുദ്ധ ആനന്ദ സ്വരൂപനാണ്, അഖണ്ഡ ബോധമാണെന്ന് പറഞ്ഞു അങ്ങ്. പക്ഷേ നമുക്കിപ്പോൾ അനുഭവം തോന്നുന്നുണ്ടല്ലോ, വിഷമമൊക്കെ, സുഖവും ദുഃഖവും വേദനയും സങ്കടവും എല്ലാം അനുഭവിക്കേണ്ട. എന്നാൽ അത് ആരാ അനുഭവിക്കണം? ശരീരവും അല്ല ആത്മാവും അല്ല, ആരാ അനുഭവിക്കണം എന്നാണ് ചോദിച്ചത്. അതാണ് ചോദ്യം. എന്നാൽ ആരാ അപ്പം അത് അനുഭവിക്കണത്? അതാണ് ദ്രഷ്ടാവാണ് ഈ ബോധം, ആത്മാവ്. അത് ശരി, സംസാര ബന്ധമില്ല പറഞ്ഞു. ഈ ജഡമായിട്ടുള്ള ഈ കാഴ്ച ജഗത്തിനും ദേഹാദികൾക്കൊന്നും സംസാര ബന്ധമില്ല, ജഡാണ്. അവർക്കത് അനുഭവിക്കാൻ, ജഡം എന്ന് പറഞ്ഞാൽ എന്താ, ശവം പോലെ. അപ്പോൾ അനുഭവിക്കാൻ പറ്റില്ലല്ലോ ശവത്തിന്. ഈ ജഗത്തും ശവമാണ്, ശരീരവും ശവമാണെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ അതിനൊന്നും അനുഭവിക്കാൻ പറ്റില്ല. ആത്മാവാണെങ്കിലോ നിത്യസത്യസ്വരൂപനാണ്, ഒരു ബന്ധമില്ല. അപ്പം പിന്നെ ആർക്കാണ് ഈ സംസാര ബന്ധവും സംസാരത്തിലത്തെ അനുഭവമൊക്കെ? ആത്മാവ് നിർഗുണനാണ്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആരാപ്പം അനുഭവിക്കണം ശരിക്കും? അത് പറഞ്ഞു തരുമെന്ന് പറയുകയാണ്. നമുക്കുള്ള ചോദ്യം തന്നെയല്ലേ. നൈവാത്മനോ ന ഉദ്ധവ ഉവാച നൈവാത്മനോ ന ദേഹസ്യ സംസൃതി ദൃഷ്ടദൃശ്യയോ അനാത്മസ്വദൃശോരീശ കസ്യ സ്യാദുപലഭ്യതേ. പിന്നെ ആരാപ്പത് അനുഭവിക്കണം? ആത്മാവും അല്ല, ജഡമായിട്ടുള്ള ദേഹമല്ല. പിന്നെ ആരാ ഈ സംസാരത്തിലത്തെ ഈ ബന്ധങ്ങളിലെ ഇതൊക്കെ അനുഭവിക്കണത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കൊന്നും കൂടിയും ചെയ്യാം. ആത്മാവ്യയോ ഗുണശുദ്ധ സ്വയം ജ്യോതിരനാവൃത അഗ്നിവദ്ദാരുവദചിദ്ദേഹ കസ്യേഹ സംസൃതി. ഒന്നും കൂടി അതന്നെ ചോദിക്കണം. ആര്? ഉദ്ധവനെ. ആത്മാവ് എന്നത് അവ്യയ, ഒരിക്കലും നാശമില്ലാത്തതാണെന്ന് അങ്ങ് പറഞ്ഞു. അഗുണഹ, നിർഗുണനാണെന്നും പറഞ്ഞു. ഗുണരഹിതനുമാണ്. ശുദ്ധവുമാണ്. സ്വയം ജ്യോതിഹി, സ്വയം പ്രകാശ സ്വരൂപനുമാണ്. അപ്പം പിന്നെ എങ്ങനെയത് പറ്റുക? അതാണ് പറയുന്നത്. ആത്മാവ് നാശമില്ലാത്തവനാണ്, സംഘമില്ലാത്തവനാണ്, പുണ്യവും പാപവും ഇല്ലാത്തവനാണ്, അജ്ഞാനങ്ങൾക്കൊക്കെ അതീതനാണ്, അല്ലേ? ദേശകാലത്തിന് അതീതനാണ്. ഇതൊക്കെ പറഞ്ഞു അങ്ങ്. അപ്പം പിന്നെ ഇവിടെ സംസാരം ആരാ അനുഭവിക്കണേ? അതാണ് ചോദിക്കണത്. ദാരുവത് അജിത്, ദേഹം ജഡമാണെന്ന് അങ്ങ് പറഞ്ഞു ഇല്ലേ?
ഇഹ കസ്യ, അപ്പം ആരാണ് ഇവിടുത്തെ ഈ സുഖങ്ങൾ അനുഭവിക്കണത്? ഇനി അതിനുത്തരാണ് ഭഗവാൻ പറയാൻ പോണത്. അത് നമുക്ക് നാളെ ചെയ്യാം. അപ്പം ഞാൻ 11 വായിച്ച് നിർത്താം. ശരിയല്ലേ? ആത്മാവൊന്നും അനുഭവിക്കുന്നില്ല പറഞ്ഞു, ശരീരം ജഡാന്നും പറഞ്ഞു ഭഗവാൻ. പിന്നെ ഇപ്പം ആരപ്പം നമ്മളിപ്പോൾ ദിവസേന ഈ അനുഭവിക്കണ സുഖദുഃഖങ്ങളൊക്കെ ആരാ അനുഭവിക്കണം എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് നാളെ ഭഗവാന്റെ ഉത്തരം കാണാം. ആത്മാവ്യയോ ഗുണശുദ്ധ സ്വയം ജ്യോതിരനാവൃത അഗ്നിവത് ദാരുവച്ചിദ്ദേഹ കസ്യേഹ സംസൃതി. ദേഹ ദാരുവഹദ് അജിത് ദേഹ എന്നാണ്. അജിത് ദേഹ കണ്ടോ, അജിത് എന്നാണ് കേട്ടോ. ദേഹ ദാരുവത് അജിത്, ദേഹം മരമുട്ടി പോലെ ആണ്, ജഡാണെന്ന്. അഗ്നിവത് ദാരു പറഞ്ഞാൽ, ദാരുവത് പറഞ്ഞാൽ എന്താ, മരം പോലെ. അജിത് ജഡാണെന്ന്. ചിത്തം അതായത് ചിത് പ്രകാശം ഇല്ലാത്തതാണ്, അതാണ് പറഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ ആരാ അനുഭവിക്കണേ എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. വലിയ തത്വം ഭഗവാൻ പറയണത് നമുക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഭഗവാന്റെ കൃപ കൊണ്ട് നന്നായി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.